നമസ്കാരം. രാകേഷ് ദ കൺസൾട്ടന്റ്. എന്താണ് ആയിത്തീരുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും നമുക്ക് കൃത്യമായൊരു ധാരണയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ്. പലപ്പോഴും നമുക്ക് എന്തായിത്തീരണം അല്ലെങ്കിൽ എങ്ങനെ ആയിത്തീരണം എന്നതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല, ധാരണയില്ല. എന്താണ് അതിന് കാരണം? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു? കാരണം നമ്മൾ കൃത്യമായി നമ്മളെ പൊസിഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച ഒരു ഓഡിയോ ഉണ്ട്, ഏൾ നൈറ്റിംഗേലിന്റെ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്നുള്ളത്. അതിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അതിൽ പറയുന്ന അതേപോലെ തന്നെയാണ്. കാരണം എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ലാത്തതാണ് 99% ആളുകളുടെയും പരാജയത്തിനോ അല്ലെങ്കിൽ ഈ നോർമൽ ലൈഫിനോ കാരണം. അതുകൊണ്ട് ആയിത്തീരുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനം. നമ്മളൊരു കോസ് ആൻഡ് എഫക്റ്റ് ജീവിതത്തിൽ നയിക്കാതെ ഈ റാറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ചക്രത്തിനകത്ത് കടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട്, ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് എന്ന രീതിയിൽ തിരിച്ചും മറിച്ചും വെച്ച് കൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, ഈ റാറ്റ് ലൈഫ്. ഇത് കണ്ട് രസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ നിന്ന് ഒരു ജോക്ക് ടോക്കായി മാറാതെ എങ്ങനെ നമ്മുടെ ലൈഫിനെ റെസ്പെക്ട്ഫുൾ ആക്കാം, എങ്ങനെ നമുക്ക് വിജയിക്കാം. കാരണം ആയിത്തീരുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം, അല്ലെങ്കിൽ ആയിത്തീരുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഒരു വഴി. എന്ത് ആയിത്തീരണം? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള പല തരത്തിലുള്ള ബിസിനസ്സുകൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, MLM, ഡയറക്റ്റ് സെല്ലിംഗ്, ഫോട്ടോഗ്രാഫി, ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, ആസ് എ ഡിസൈനർ ജോബ്, എല്ലാം ആവശ്യപ്പെടുന്നത് ആയിത്തീരുക എന്നുള്ളതാണ്. ഈ റാറ്റ് ലൈഫിന്റെ എല്ലാ ഉദാഹരണമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. കാരണം പണം ഉണ്ടാക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര പണം ഉണ്ടാക്കണം, ഓടിക്കൊണ്ടേയിരിക്കുക. എങ്ങോട്ട്, എന്തിന്, എന്തുകൊണ്ട്? ഇതിനൊരു ആൻസർ നമുക്ക് എവിടെ നിന്നും കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് ആയിത്തീരാം. എങ്ങനെ ആയിത്തീരാം? നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഓൾറെഡി അത് അച്ചീവ് ചെയ്താൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ എങ്ങനെ പെരുമാറും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, അത് എടുത്തണിയുക. ഒരു വിജയിയെ പോലെ കൃത്യമായി ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിലനിർത്തുക. അപ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും. എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വരും? പ്രധാനമായും നമ്മുടെ റിലേഷൻഷിപ്പുകൾ, ഫ്രണ്ട്സ്, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും പിടിച്ചകറ്റിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള എല്ലാ തരം ഇമോഷണൽ റിലേഷൻഷിപ്പുകളും. അത് ഈവൻ ഫാമിലി ആവാം, അച്ഛനും അമ്മയും ആവാം, മക്കളാവാം, വർക്കിംഗ് പ്ലേസിലെ സുഹൃത്തുക്കളാവാം, ജീവിതത്തിലെ തന്നെ വളരെ 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 വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാവാം. ഇവരോടൊക്കെ നോ പറയേണ്ടി വരും. കാരണം ഞാൻ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴുമായി ചെന്നുപെട്ട പല ബിസിനസ് മേഖലകൾ ഇപ്പോൾ വിജയിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നേടിയെടുക്കാം എന്നുള്ള വിചാരത്തിലാണ് ഓടിച്ചെല്ലുന്ന് കയറുന്നത് ആ തെങ്ങിന്റെ മണ്ടയ്ക്ക്. കുറെ കയറി കഴിഞ്ഞ് മുകളിലേക്ക് എത്തുമ്പോഴാണ് അവിടെ ഒന്നും ഇല്ലാന്ന് മനസ്സിലാവുന്നത്. വീണ്ടും ഇറങ്ങുക, അടുത്ത തെങ്ങ് കാണും, കയറുക. അങ്ങനെ ജീവിതത്തിൽ ഇത്ര വയസ്സ് വരെയും നമ്മളെല്ലാം ഇങ്ങനെ പല തെങ്ങുകളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
എന്തുകൊണ്ട് വിജയിച്ചവരുടെ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എത്തുന്നില്ല? വിജയികളായ വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും ബി പോസിറ്റീവ് എന്നുള്ളതാണ്, ആയി തീരുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ ആവേണ്ടത് അത് അങ്ങോട്ട് ആയിത്തീരുക. അപ്പോൾ നമ്മൾ എടുത്തണിയുന്ന ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, നമ്മൾ നേടുന്ന ആ ഒരു 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 ടൈപ്പ്, അതാണ് വേണ്ടത്. അതിന് നമ്മളിൽ നിന്ന് പല പല കാര്യങ്ങൾ നമ്മൾ വിട്ടൊഴിയേണ്ടി വരും. ഇതിനൊന്നും സമ്മതിക്കാത്ത വേറൊരു വ്യക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതാരാണ്? അതും നമ്മൾ തന്നെയാണ്. കാരണം വർഷങ്ങളായി നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള നെഗറ്റീവ് ചിന്തകളുണ്ടല്ലോ, ആ നെഗറ്റീവ് ചിന്തകളാണ് നമ്മളെ വിജയിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുന്നത്. എങ്ങനെ ആ നെഗറ്റീവ് ചിന്തയെ കണ്ടുപിടിക്കാം എന്നുള്ളവിടത്താണ് നമ്മുടെ സക്സസ് ആയിരിക്കുന്നത്. കണ്ണുകൾ അടയ്ക്കുക, മെഡിറ്റേഷനിൽ ഇരിക്കുക, ചെവികൾ അടയ്ക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും കൃത്യമായി സംസാരിക്കുന്നത് കേൾക്കാം. ശക്തമായി പിടിവലി നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഉള്ളിൽ നിന്ന്. ഒരേ സമയം നമ്മുടെ മനസ്സ് പറയും അത് ചെയ്തോ, നല്ലതാണ്, വിജയിക്കും. അതേ സമയം തന്നെ നമ്മുടെ മനസ്സ് പറയും ഇതിനൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്, ഇതിനൊന്നും നിനക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ വാക്കുകൾ കേട്ടിട്ട് ഇതൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള ഒരു കടിപിടി നമ്മുടെ മനസ്സിൽ എപ്പോഴും നടക്കുന്നുണ്ട്. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഈ ഒരു വടംവലി ഉണ്ടല്ലോ, ആ വടംവലിയിൽ നമുക്ക് വിജയിക്കാൻ, എനിക്ക് ഇതാണ് വേണ്ടത്, അത് മതി എന്ന് ഞാൻ തീരുമാനിക്കുന്നിടത്താണ് നമുക്ക് വിജയം ഉണ്ടാവുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ വ്യക്തിയുള്ളത്. ദൈവവും ചെകുത്താനും എല്ലാം ഉള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വിജയിയാകാൻ സഹായിക്കുന്ന ഡിവൈൻ പവർ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഇങ്ങനെ ഈ റാറ്റ് ലൈഫിൽ കടന്ന് ഓടി തളരാൻ മാത്രം വിധിക്കപ്പെടുന്ന ഡബിൾ മൈൻഡും നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു ഹോളി മാൻ ആവുക, ഡിവൈൻ മാൻ ആവുക. നിങ്ങൾക്ക് എന്താണോ നേടാനുള്ളത് അതിനെക്കുറിച്ച് ധാരണയിലെത്തുക, അത് അയച്ചു തീരുക, പൊസിഷൻ ചെയ്യുക. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ, സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ഞാൻ നേടിയെടുക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുക, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മൾ സ്വയം അതങ്ങൾ ആയിത്തീരുക. അപ്പോൾ വിജയങ്ങൾ നമ്മളെ മെല്ലെ 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 തേടിയെത്താൻ തുടങ്ങും. സോ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഉണ്ടാവട്ടെ. നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയായി ഇപ്പോഴേ സ്വയം രൂപാന്തരപ്പെടുക. മാനസികമായി ആ ഉയർന്ന തലത്തിലേക്ക് ഉയരാൻ, പ്ലേസ് ചെയ്യാൻ നിങ്ങൾ സ്വയം പരിശീലിക്കുക, ശ്രമിക്കുക, വിജയിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. രാകേഷ് ദ കൺസൾട്ടന്റ്.